ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ SCERT 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ പെയർസ് ഓഫ് ഇക്വേഷൻസ്, സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 10ലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. The perimeter of a rectangle is 40 cm and one side is 8 cm longer than the other. Calculate the length of the sides. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്ററും ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് മക്കളെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, അഥവാ ചുറ്റളവ് 40 ആണ്. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ ഒരു സൈഡിന് ഞാൻ എക്സ് എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും? x+8 എന്നായിരിക്കും. കാരണം ഒരു വശം മറ്റേ വശത്തിനേക്കാൾ 8 കൂടണ്ടേ. അപ്പോൾ ഫസ്റ്റത്തെ സൈഡിന് ഞാൻ എക്സ് എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സൈഡ് എന്തായിരിക്കും? x+8. ഒരു എക്സാമ്പിൾ പറയുന്നത്, ഫസ്റ്റത്തെ സൈഡ് ഞാൻ 2 ആണെന്നുണ്ടെങ്കിൽ അടുത്ത സൈഡ് എത്രയായിരിക്കും? 10 ആയിരിക്കും. ഫസ്റ്റ് സൈഡ് ഞാൻ 3 ആണ് എടുക്കുന്നതെങ്കിൽ അടുത്ത എത്രയായിരിക്കും? 11 ആയിരിക്കും. 8 കൂടണം. അപ്പോൾ ഞാൻ എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ x+8 ആയിരിക്കും. ഇനി പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 40 ആണ്. എന്താണ് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ? 2 × l+b. ചതുരത്തിന്റെ അഥവാ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2 × l+b ആണ്. ആ 2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഗുണിക്കാനുള്ള ഇപ്പുറം വരുമ്പോൾ ഹരിക്കാനാവും. അപ്പോൾ l+b = 40/2, l+b = 20. L എന്ന് പറഞ്ഞാൽ ലെങ്ത്, ബ്രെഡ്ത്ത്, ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത്, അഥവാ രണ്ട് സൈഡുകളാണ്. അപ്പോൾ ഒരെണ്ണത്തിന് ഞാൻ എക്സ് എന്നാണ് എടുക്കുന്നതെങ്കിൽ മറ്റെന്താണ്? x+8. ആ വാല്യൂ ഞാനിവിടെ കൊടുത്തു. അപ്പോൾ എക്സിനെ ഞാൻ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് എന്താണ്? x+8 ആണ്. അപ്പോൾ x+x 2x ആയി. ഈ +8നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 20 - 8 12 കിട്ടും. ഇനി ഈ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 12/2 6 കിട്ടും. ഓക്കെ, അപ്പോൾ ഒരെണ്ണം 6 ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് 8 കൂട്ടുമ്പോൾ 14. ഇതാണ് നമ്മളുടെ രണ്ട് സൈഡുകൾ വരിക. ഓക്കെ, 6ക്ക് 8 കൂട്ടുമ്പോൾ 14 കിട്ടൂലേ? 14 6ഉം കൂട്ടിയാൽ 20 ആണ്. 20ന്റെ ഇരട്ടി 40, പെരിമീറ്റർ 41 കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻസുകൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും എങ്ങനെ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം, അതെങ്ങനെ ഒരു ഇക്വേഷൻ ആക്കി എടുക്കുക എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ഇക്വേഷൻ ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസർ കിട്ടിക്കോളും. ഓക്കെ.